Alhamdulillah, nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna Muhammadan 'abduhu wa rasuluhu. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും മാർഗനിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൽ പാലിച്ച് പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് സ്വന്തത്തോടും നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ഭാഗം നാം വിശദീകരിക്കുകയുണ്ടായി. അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഊന്നി ഇന്ന് സംസാരിച്ചൊരു ഭാഗം അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച, ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ച ആ പ്രവാചകൻ്റെ ഈമാനും തവക്കുലുമാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഊന്നി സംസാരിച്ചത്. അത് തന്നെ കുറേ വ്യാപ്തിയുള്ള, കുറേ വിശദമായി സംസാരിക്കേണ്ട ഒരു ഭാഗമാണ്. ഞാൻ അതിനെ വളരെ സംക്ഷിപ്തമായിട്ടാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച വിശദീകരിച്ചത്. ഈ വെള്ളിയാഴ്ച അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് പാഠം ഉൾക്കൊള്ളാനുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വളരെ ചുരുക്കി വിശദീകരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കുറേയധികം പ്രാർത്ഥനകൾ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ആ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനൊക്കെ തന്നെ ഓരോ പ്രാർത്ഥനകൾ തന്നെ എടുത്ത് സംസാരിക്കേണ്ടതാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പഠനത്തിനും ചർച്ചയ്ക്കും വേണ്ടിയിട്ട് നിങ്ങൾ വിശദമായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് സൂചനകൾ മാത്രം നൽകി പോവാനേ നമ്മുടെ സമയം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുകയുള്ളൂ. അപ്പം അതിൽ തന്നെ എല്ലാ ഭാഗവും ടച്ച് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിച്ചു പോയത്. അപ്പം അതിൽ നമുക്ക് കിട്ടുന്നൊരു വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ ആ രൂപത്തിലായിരിക്കണം നമ്മുടെയും എല്ലാം തന്നെ പ്രാർത്ഥന എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം. മൊത്തത്തിൽ പ്രാർത്ഥനയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കാണാം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിന വ ഇമാദുദ്ദീൻ വ നൂറുസ് സമാവാതി വൽ അർള. പ്രാർത്ഥന ശരിക്ക് വിശ്വാസിയുടെ ആയുധമാണ്. അവിടെ നിങ്ങൾ ഉപയോഗിച്ചൊക്കെ പദം കണ്ടില്ല, ആയുധം എന്നാണ് ഉപയോഗിച്ചത്. നമുക്കറിയാം ഒരു ആയുധം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക, നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാറ്റിനും ഒരു ആയുധം ഉണ്ടാവുമല്ലോ. നമുക്ക് ഒരു ജോലിക്കാരന് ആ ജോലിക്ക് പോകുമ്പം അവൻ്റെ കയ്യിലൊരു പണിയായുധം ഉണ്ടാകും. ഇപ്പോൾ വീട്ടുജോലി എടുക്കുന്ന സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, ഇണകളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ അവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതേ രൂപത്തിൽ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ നമുക്കൊരു പിടിവള്ളിയായിട്ടാണ് അത്രേ പ്രാർത്ഥനയെ അള്ളാഹു നൽകിയത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പോൾ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞൊരു ഹദീസുണ്ട്. അത് നമുക്കിങ്ങനെ കാണാം. ഒരു ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോയാൽ അത് നേരെയാക്കി കിട്ടാനടക്കം നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ ഹദീസിൻ്റെ പരമ്പരയെ പറ്റി പണ്ഡിത ലോകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ എത്രയും നിസ്സാരമായിരിക്കുന്ന കാര്യമാണെങ്കിലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം എന്നാണ് ആ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥന അങ്ങനെ പറയുന്നത്. ഇനി ഒരു ആയത്ത് നിങ്ങൾ പരിശോധിക്കേണ്ടത് സൂറത്തുൽ ഫുർഖാൻ എന്ന് പറഞ്ഞൊരു അധ്യായമുണ്ട്. ആ അധ്യായത്തിലെ ആയത്ത് സൂറത്ത് തീരുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സൂറത്ത് ഈ ആയത്തോടുകൂടി അവസാനിച്ചു. ഖുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ ഞാൻ നിങ്ങളെ എന്തു വില വെക്കാനാണ്. ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമ,
നിങ്ങൾ കളവാക്കിയിരിക്കുന്നു, നിങ്ങൾ ചോദിക്കാതിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ശിക്ഷ നിങ്ങളുടെ മേൽ അനിവാര്യമാണ്. അപ്പോൾ ആ പ്രാർത്ഥന അത്രയും പ്രധാനപ്പെട്ടതാണ് എന്ന് ഹദീസുകളിൽ ധാരാളം അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പ്രാർത്ഥന അതുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരിക്കൽ ചർച്ച ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനയിലേക്ക് തന്നെ നമുക്ക് പോകാം. അതിലെ രണ്ടാമത്തെ സൂറയായ സൂറ ബഖറയിലെ ഒരു വചനം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവായിദ മിനൽ ബൈത്തി വ ഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും കൂടി കഅബ കെട്ടിപ്പൊക്കിയ സമയത്ത് അവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നമ്മൾ എല്ലാവർക്കും ഒരു മലയാളം പോലെ തന്നെ നിരന്തരമായിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം പറയുന്നത്, പടച്ചോനെ, ഞങ്ങളൊരു പുണ്യകർമ്മമാണ് ഇവിടെ ചെയ്തത്, ആ പുണ്യകർമ്മം നീ സ്വീകരിക്കണമേ എന്നാണ് പറഞ്ഞത്. 100% അത് പുണ്യകർമ്മമാണ് എന്ന് ബോധ്യമുണ്ടായിട്ടും അദ്ദേഹത്തിന് അറിയാം, വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മത്തിനാണ് ഞാൻ മുതിർന്നത്. അദ്ദേഹത്തിന് അറിയാം, ഇത് നിഷ്കപടമായ മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയാം. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കൂലി കിട്ടുമെന്നൊക്കെ ഉറപ്പുണ്ടായിട്ടും പുണ്യകർമ്മമാണെന്ന് ബോധ്യമായിട്ടും അദ്ദേഹം പറയാണ്, പടച്ചോനെ, ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമെന്നാണ്. ഇതെന്താണ് ഇതിലെ പാഠം എന്താ അറിയാമോ? ഓരോന്നിന് പാഠം പറഞ്ഞു പോകാം. ഇതിലെ പ്രധാനപ്പെട്ട ഒരു പാഠം എന്താ വെച്ചാൽ, നിങ്ങളും ഞാനൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തവരാണ്. ഒരു പരിശുദ്ധ റമദാൻ കഴിഞ്ഞു, പുണ്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവസരമുള്ള ഒരു 10ലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. ഈ 10 എന്ന് പറഞ്ഞാൽ ഇൻഷാല്ലാഹ് അവസാനം പറയാൻ ഉദ്ദേശിച്ചത് ആദ്യം പറയാം. ഈ അവസാനത്തെ ഈ ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഇബാദത്തുകളിൽ മുഴുകേണ്ട കാര്യം ആണ് ഈ ഒന്നാമത്തെ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയാണ്. അങ്ങനെ നമ്മൾ കുറേ പുണ്യകർമ്മങ്ങൾ നമ്മൾ ചെയ്യും. ഈ പുണ്യകർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ സ്വീകാര്യമായിരിക്കുന്ന അമൽ ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എന്തൊരു പുണ്യകർമ്മം നമ്മൾ ചെയ്താലും, ഇപ്പൊ ഇവിടെ ജുമുഅ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞു, ജുമുഅ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്ത്? റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇപ്പൊ നമുക്കൊരാൾക്കൊരു വീടുണ്ടായി കൊടുത്തു നമ്മൾ, അപ്പൊ ആ ഭവന നിർമ്മാണത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. ഒരു വലിയ പുണ്യകരമായിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് പറ, പടച്ചോനെ, ഇത് എന്നിൽ നിന്ന് നീ സ്വീകരിക്കണമേ. നമ്മൾ അങ്ങനെ ഒരുപാട് നിരന്തരമായ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി നമ്മൾ എഴുന്നേൽക്കുന്നു, എഴുന്നേറ്റ് കഴിഞ്ഞാലും നമ്മുടെ ആ പുണ്യകർമ്മം ചെയ്താൽ നിർബന്ധമാണെന്ത്? പടച്ചവനെ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഇതിൽ വല്ലാത്ത ജാഗ്രത സ്വഹാബിമാർ പുലർത്തിയതായിട്ട് കാണാൻ കഴിയും. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ മുഅ്മിനൂനിലെ 60-ാമത്തെ ആയത്ത് ഓതി. അത് പക്ഷേ നിങ്ങൾക്ക് വലിയ പരിചയം ഉണ്ടോ എന്നറിയില്ല. ആയത്ത് വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജില വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹു നൽകാൻ കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നൽകുകയും വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജില, എന്നാൽ ഉള്ളിൽ ഒരു പേടിയാണ്. ദീനീ കാര്യങ്ങളിലൊക്കെ അവിടെ സജീവമാണ്, നിയ്യത്ത് ക്ലിയറാണ്, ജീവിതത്തിൽ സൂക്ഷ്മതയുണ്ട്, പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നൽകപ്പെട്ടിരിക്കുന്ന സമ്പത്തൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ട്. എന്നിട്ടും അവർക്കൊരു ഭയം. ഖുലൂബുഹും വജില വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, ഞങ്ങളൊക്കെ റബ്ബിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണല്ലോ എന്നൊരു ഭയവും അവർക്കുണ്ട്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സദസ്സിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഇത് ആരെ പറ്റിയാണ് ഈ ആയത്ത്? നമസ്കരിക്കാത്തവരെ പറ്റിയാണോ? നോമ്പ് നോൽക്കാത്തവരെ പറ്റിയാണോ? ധർമ്മം നൽകാത്തവരെ പറ്റിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു മറുപടി ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. ഇവർ നിസ്കരിക്കുന്ന ആൾക്കാരാ. ഹുമുൽ ലദീന യുസല്ലൂൻ വയസൂമൂൻ വയതസദ്ദഖൂൻ, നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇവര്. പക്ഷെ ഇവരെ പറ്റിയാണ് ഈ പറഞ്ഞത്. വലാകിൻ അവർക്ക് വഹും യഖാഫൂന അല്ലാ യുഖ്ബല മിൻഹും, ഇത് സ്വീകരിക്കപ്പെടുമോ എന്നൊരു പേടിയുള്ള ആൾക്കാരെ പറ്റിയാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ ആയത്ത് ആരെ പറ്റിയാണെന്നറിയാമോ? സ്വീകരിക്കപ്പെടുമോ എന്ന് പേടിയുള്ള ആൾക്കാരെ പറ്റിയാണ് ഈ ആയത്ത്. ഇത് ഞാൻ ചെയ്തിരിക്കുന്ന ഇബാദത്തുകൾ അള്ളാഹ് സ്വീകരിക്കുമോ എന്നുള്ളത് ചിന്തിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാവും? ഒരു ഇബാദത്ത് കഴിഞ്ഞ് നമ്മളങ്ങ് ഇറങ്ങിപ്പോകുമ്പോൾ റബ്ബേ ഇത് സ്വീകരിക്കുമോ എന്നൊരു പേടി വേണം. അപ്പൊ നമുക്ക് ചില ആളുകൾക്ക് വേണേൽ ന്യായമായിട്ട് നമുക്ക് പറയാം, നമ്മൾ ചെയ്യുന്നൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലേ, പിന്നെന്താണ്? അത് നമ്മുടെ നിഷ്കപടമായ മനസ്സ് കൊണ്ട് ചെയ്ത പ്രവർത്തനത്തിന്റെ അവസാനമാണെന്ത്? ആ പ്രാർത്ഥന. അതൊരു വളരെ പ്രബലമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രാർത്ഥനയിൽ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഉത്ബോധിപ്പിക്കാനുള്ളത്, പറയാനുള്ളത്, നമ്മൾ എന്തൊരു കാര്യം, നല്ല കാര്യം ചെയ്താലും നിങ്ങൾ ഇതേപോലെ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പടച്ചോനെ ഇത് ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണമേ
ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് പറയണം എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രാർത്ഥന, 2-ാമത്തെ സൂറയിലെ 127-ാമത്തെ ആയത്തിലെ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അത് നിങ്ങൾക്ക് ഏതാണ്ട് അത് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന വരുന്നത് സൂറ ഇബ്രാഹിമിലെ 40-41 ആയത്തുകളാണ്. ഇതൊക്കെ പരന്നു കിടക്കുന്ന ഒരു ഏരിയയാണ്, നിങ്ങൾ പരിശോധിക്കണം. ഈ 40-41 അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി, റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അതിലും പറഞ്ഞത് റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്. എന്നിട്ട് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ്, പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് വേണ്ടി പറയണമെന്നാ. വ്യക്തിപരമായിട്ട് ഞാനൊരു കാര്യം റബ്ബിനോട് പറയുമ്പം എനിക്ക് എൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. ഇവിടെ ആദ്യം പറഞ്ഞ എന്താ അറിയാം അർത്ഥം? റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത്, റബ്ബേ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവർ ഉൾപ്പെടുത്തണമേ എന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വമിൻ ദുർരിയതി, എന്റെ മക്കളെയും നീ അതിൽ ഉൾപ്പെടുത്തണമേ. റബ്ബനാ വതഖബ്ബൽ ദുആ, നീ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ഞങ്ങളുടെ കർമ്മങ്ങളെല്ലാം നീ സ്വീകരിക്കണമേ എന്നാണ് ഇതിൽ 3 പോയിന്റും പ്രസക്തമാണ്. ഒന്ന്, ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ആദ്യം പറയേണ്ടത്, എന്നെ നമസ്കാരത്തിൽ ഉൾപ്പെടുത്തണേ. അപ്പൊ നമുക്ക് പല ആൾക്കാർക്കും ചോദിക്കും, അങ്ങനെ എന്തിനാ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്? ഉണ്ട്. ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന് വിധേയമായി പലപ്പോഴും നമ്മുടെ ഇബാദത്തുകളിലൊക്കെ ചില ഏറ്റക്കുറച്ചുകൾ സ്വാഭാവികമായിട്ടുണ്ടാകും. ഇനി അതല്ലെങ്കിൽ കൂട്ടുകാരുടെ ഒക്കെ കൂടെ കൂടി പോകുമ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം ഇബാദത്തുകളൊക്കെ നിർവഹിക്കും. ചങ്ങായിമാരുടെ കൂടെയൊക്കെ ഒരു യാത്ര പോകുന്ന സമയത്ത് അവർ ഇബാദത്തുകളിൽ മുഴുകാത്ത മനുഷ്യന്മാരാണെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ കൂടെ ആയിട്ട് പോയി നിസ്കരിക്കാനൊന്നും നിൽക്കൂല. അവിടെയാണ് നമ്മുടെ ഈ പ്രാർത്ഥന പ്രസക്തി. റബ്ബേ, ഏത് സന്ദർഭത്തിലായിരുന്നാലും നമസ്കരിക്കാനുള്ള ഒരു മനസ്സെനിക്ക് നൽകണേ. എന്നിട്ട് അടുത്തെന്താണെന്നറിയോ? അടുത്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം, അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റി വലിയ ജാഗ്രതയുള്ളവനായിരുന്ന ആ പ്രാർത്ഥന അദ്ദേഹം പറയണം, മക്കളെ ഇനി നിസ്കാരത്തിൽ ഉൾപ്പെടുത്തണേന്ന്, മക്കളെയും നീ നിസ്കാരത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞു. ഞാൻ അടുത്ത പ്രാർത്ഥനയോട് പറഞ്ഞതൊന്ന് വിശദീകരിച്ചു തരാം. എന്നിട്ട് 41-ാമത്തെ പ്രാർത്ഥന ശ്രദ്ധിക്കുക. റബ്ബന ഗുഫിർലി, പടച്ചോനെ എനിക്ക് നീ പുറത്തു തരണമേ. വലിവാലിദയ്യ, എന്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണമേ. വലിൽ മുഅ്മിനീൻ, വിശ്വാസികളായിരിക്കുന്ന ആളുകൾക്ക് നീ പുറത്തു കൊടുക്കണമേ. യൗമ യഖൂമുൽ ഹിസാബ, വിചാരണ ദിവസമൊക്കെ വരുമ്പോഴേക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ പുറത്തു തരണമേ. ഇതിലൊരു മാനദണ്ഡം കൂടി പാലിച്ചു അദ്ദേഹം. ഇവിടെ സത്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉപ്പയെ പറ്റിയാണല്ലോ ഖുർആനിൽ കൂടുതൽ പരാമർശമുള്ളത്. അദ്ദേഹം മുശ്രിക്കാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം, അദ്ദേഹം വിഗ്രഹാരാധനകാണെന്ന് അറിയാം. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി എന്തുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് പണ്ഡിത ലോകം ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പരലോകത്ത് പൊറുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല എന്നാണ് മതപരമായ നിയമം. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടിയിട്ട് പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കാരണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് തന്നെ ഖുർആൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടിയിട്ട് ഉപ്പക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചത്. നമ്മുടെ പോയിന്റ് അവിടെയല്ല കിടക്കുന്നത്. സ്വന്തം പിതാവ് വിഗ്രഹാരാധകനായിരുന്നിട്ട് പോലും അദ്ദേഹം കൈ ഉയർത്തിയപ്പം വന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താന്ന് വെച്ചാൽ ബാപ്പ. മറ്റൊരു സ്ഥലത്ത് വന്നത് ഉമ്മ, മറ്റൊരു സ്ഥലത്ത് വന്നത് മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ആരെന്നറിയാമോ? നമ്മുടെ മക്കളും നമ്മുടെ ഉപ്പമാരും നമ്മുടെ കൂട്ടുകുടുംബങ്ങളും. ഇപ്പൊ ചില ആളുകളൊക്കെ ആ വിഷയത്തിൽ വല്ലാത്ത ശ്രദ്ധ പുലർത്തുണ്ടാവും. പക്ഷെ മരണപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ ഉമ്മയിപ്പയൊക്കെ അല്ലേ, അവർക്ക് നമുക്ക് നൽകാനുള്ള പ്രധാനപ്പെട്ട സമ്മാനം എന്താ? മരണപ്പെട്ടു പോയിരിക്കുന്ന നമ്മുടെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ നമ്മൾ കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവർക്ക് വേണ്ടി നമ്മൾ കൈ ഉയർത്തുമ്പോൾ പ്രാർത്ഥിക്കും. ഞാനൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയലെന്ന് വെച്ചാൽ, വ്യക്തിപരമായിട്ട് നമ്മുടെ ഒരു കാര്യം അള്ളാഹിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട വിഭാഗം ആരാന്ന് ചോദിച്ചാൽ മരണപ്പെട്ടു പോയ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. കാരണം അവർക്കിനി എന്തില്ല എന്നറിയോ? അവർക്കിനി ഒന്ന് കൈ ഉയർത്തി പ്രാർത്ഥിക്കാനില്ല. ഇപ്പൊ ഞാനിങ്ങനെ ഒരു ഹദീസ് പരിശോധിച്ചല്ലേ, ആ ഹദീസിൽ നാം കണ്ടെന്ന് വെച്ചാൽ പരലോകത്ത് ചെല്ലുമ്പോൾ ഉപ്പാക്കും ഉമ്മാക്കും എന്തെന്നില്ലാത്ത ഒരു പദവി അള്ളാഹ് കൊടുക്കുകയാണ്, ഒരു പ്രത്യേക പദവി. അപ്പോൾ ഈ പാരൻസ്, ബാപ്പയും അമ്മയും പറയുന്നുണ്ട്, ഞങ്ങളുടെ പ്രവർത്തനം അനുസരിച്ചുകൊണ്ട് ഇത്രമാത്രം വലിയൊരു പദവിയിലേക്ക് എത്താനുള്ള പുണ്യകർമ്മങ്ങളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ ഒരു മറുപടി ആ ഹദീസിൽ വന്നു. ആ മറുപടി ശരിക്കത് വായിച്ചപ്പം നമ്മുടെ മക്കളോടൊക്കെ ഒരു പ്രത്യേകമായി വസിയത്ത് പറയാൻ തോന്നി. എന്താ പറയുക? ബിസ്തിഗ്ഫാരി വലദിക ലക, നീ മരണപ്പെട്ടതിന് ശേഷം നിന്റെ മക്കൾ പ്രാർത്ഥനയിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തിയ ഒരാളായിരുന്നു നീ.
അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ വിചാരിക്കാത്തതിനേക്കാൾ കൂടുതൽ പദവികൾ നിനക്ക് ലഭിച്ചത്. ഒരു വല്ലാത്തൊരു പോയിന്റ് അല്ലേ എന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്താന്ന് പറഞ്ഞ നബി പറഞ്ഞത്, നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തോ ഒരു കലക്ഷൻ ഉണ്ട്, അതിലേക്ക് ഇട്ടിരിക്കുന്ന സംഖ്യ. പിന്നെ ഞാനൊക്കെ ഈ പകർന്നു നൽകുന്ന രൂപത്തിൽ അറിവ്, ഈ അറിവ് എന്ന് പറഞ്ഞാൽ കാലാകാലവും കൂലുള്ള കാര്യമാണ്. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും അറിയാം, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങൾ ഞാനൊക്കെ മക്കളോട് ഒരുപാട് കാര്യങ്ങൾ പറയാറില്ലേ, വസിയത്ത് ചെയ്യാറില്ലേ? ഉണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചർച്ച ചെയ്യും, നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കളോട് നമ്മൾ ഏറ്റവും കൂടുതൽ വസിയത്ത് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഇനി എനിക്ക് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ മരണാനന്തര ജീവിതത്തിലെ ശാശ്വത സമാധാനത്തിനും എൻ്റെ പരലോകത്തെ സൗഖ്യത്തിനും വേണ്ടി ഞാൻ അഥവാ മരണപ്പെട്ടു പോയാലും നീ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് നമ്മൾ മക്കൾ കൊടുക്കേണ്ടി എന്നുള്ളതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി. ഇനിയോ ഇദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ശരിക്കും ഒരുപാട് ചിന്തകന്മാർ ഈ ലോകത്ത് ഇട്ടേച്ചു പോയ ഒരുപാട് മെസ്സേജുകൾ ഉണ്ട്. അതൊന്നും പറഞ്ഞു തീർക്കാനില്ലാത്തതുകൊണ്ടാണ് സമയത്തിനനുസരിച്ച് നമുക്ക് പറയാം. ഓരോ പ്രാർത്ഥനയിലും ഓരോ മെസ്സേജ് ഇട്ടേച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്നാണ്. ഈ നാടിന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്. നാടിന്റെ സ്വസ്ഥത, അതൊക്കെ വേറൊരു ടോപ്പിക്ക് നമുക്ക് ചർച്ച ചെയ്യാനുള്ളതാണ്. ഈ 6 തരം ടൈപ്പ് പ്രാർത്ഥനകൾ അദ്ദേഹത്തിനുണ്ട് എന്നാണ് പറയുന്നത്. ഓരോ പ്രാർത്ഥന തന്നെ ഒരു വിശാലമായിരിക്കുന്ന വിഷയമാണ്. ഇബ്രാഹിം നബി പറഞ്ഞപ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കിയില്ല, പക്ഷേ തുടങ്ങിയപ്പോൾ സ്വന്തം കാര്യം നോക്കി. തുടങ്ങിയപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സ്വന്തം കാര്യം, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം മക്കൾ വന്നു, സമൂഹം വന്നു, കുടുംബം വന്നു, നാട് വന്നു, എല്ലാവരും അവസാനം മുഅ്മിനീങ്ങൾ മൊത്തം വന്നു. ആ ബാധ്യത നമുക്കുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഈ പള്ളിയിൽ വന്നിരിക്കുന്ന മുഅ്മിനുകളായിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഗസയിലെ പ്രയാസം അനുഭവിക്കുന്ന പ്രതിസന്ധിയിലായിരിക്കുന്ന സഹോദരന്മാർക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി അടക്കം പ്രാർത്ഥിക്കണം എന്ന വലിയ സന്ദേശം കൂടിയാണ് ഇതിൽ. എന്താ പറഞ്ഞറിയോ? പടച്ചോനെ മുഅ്മിനുകളായിരിക്കുന്ന ആളുകൾക്ക് ഇനി പുറത്തു കൊടുക്കണേന്ന്. എന്താണ് ആ പ്രാർത്ഥനയൊക്കെ വിശാലത? വിശാലമായിരിക്കുന്ന ഒരു അർത്ഥത്തിലേക്ക് ആ പ്രാർത്ഥന പോകുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ കൂട്ടുകുടുംബത്തിൽ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രസക്തമായിരിക്കുന്ന ഒരു ചർച്ച, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മക്കളോട് പറയേണ്ടത്, ഞാൻ ദുനിയാവ് നാട്ട് യാത്ര പോയാലും നീ എനിക്ക് കാര്യമായി ചെയ്യേണ്ട ഒരു കാര്യം പ്രാർത്ഥനയാണ്. അതുകൊണ്ട് കൈ ഉയർത്തിയാൽ നമ്മൾ എന്ത് ചെയ്യുക? എൻ്റെ മുമ്പിൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇവരുടെയൊക്കെ ഉപ്പമാരും ഉമ്മമാരും ഒക്കെ മരണപ്പെട്ടവരൊക്കെ. എൻ്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടതാ. അപ്പൊ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എനിക്ക് ഇനി കൊടുക്കാനുള്ള എന്താ? അവർക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, എന്നെ ചെറുപ്പത്തിൽ പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചിട്ടാണ് എൻ്റെ ഉപ്പയും ഉമ്മയും പോറ്റി വളർത്തിയത്. കൃത്യമായിട്ടൊരു ബോധ്യം എനിക്കുണ്ട്. ഞാനിപ്പോൾ അവർക്ക് കൊടുക്കേണ്ട സമ്മാനം എന്താ? ഏറ്റവും ആദ്യം കൈ ഉയർത്തിയിട്ട് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ എൻ്റെ ഉപ്പൻ്റെയും ഉമ്മേൻ്റെയും ഖബർ വിശാലമാക്കാനും അവിടെ മരണാനന്തര ജീവിതം ശാശ്വതമാണ്. എങ്കിലെന്താ ഉണ്ടാവുക? നാളെ പരലോകത്ത് അവർക്ക് തന്നെ അനുഭൂതിദായകമായ സംതൃപ്തമായിരിക്കുന്ന ഒരു കാഴ്ച അവർക്ക് കാണാൻ കഴിയും. അത് നമ്മുടെ മക്കളോട് ഗൗരവമായിട്ട് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് ഇതുമായി ചേർത്ത് വെച്ചുകൊണ്ട് സൂചിപ്പിക്കുവാണത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയിൽ നിസ്കാരം നിലനിർത്താൻ വേണ്ടിയും അതേപോലെ തന്നെ ഇബാദത്തുകൾ മുഴുകാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ഈ ഖുതുബ അങ്ങനെ പ്രിപ്പയർ ചെയ്ത സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു സംഭവം വായിച്ചു. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണാസന്നായി കിടക്കുന്ന സമയത്ത് മക്കളെ വിളിക്കുന്നുണ്ട്. അം കുൻതും ശുഹദാ ഇദ് യഹ്ദറ യഅ്ഖൂബൽ മൗത്ത് ഇത് ഖാല ലിബനീഹി. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുക്കുന്ന അറിയോ? ഞാൻ ദുനിയാവ് നാട്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുക? ആ ചരിത്രം അങ്ങനെ വായിച്ചപ്പോണ്ടല്ലോ, മക്കള് യഥാർത്ഥത്തിൽ ഏത് വഴിക്ക് സഞ്ചരിക്കുമെന്ന് കൃത്യമായിട്ട് യാക്കൂബ് നബിക്ക് അറിയാം. എന്നിട്ട് യാക്കൂബ് നബി ഒന്ന് മരിച്ചു പോകുന്നതിന് മുമ്പ്, വഫാത്താകുന്നതിന് മുമ്പ് ഒന്ന് ഉറപ്പ് വരുത്തി പോവുക മക്കളോട്, അവരുടെ നാവിന്ന് പുറത്തേക്ക് വരണം. അവർ പറഞ്ഞു, ഖാലു, നിങ്ങളൊന്നും പേടിക്കണ്ട, നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിം വ ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ പ്രവാചകന്മാരും ജീവിച്ച് മുന്നോട്ട് പോയി അവർ പ്രാർത്ഥിച്ചിരിക്കുന്ന ആ ആരാധ്യന്മാരെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കൾ ഉറപ്പ് കൊടുക്കുകയാണ്. ഉറപ്പ് കൊടുക്കുക. ആ ഉറപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമുക്ക് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറഞ്ഞു തോന്നുന്നു അല്ലേ? അല്ല, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ ആ പ്രാർത്ഥന അതേ രൂപത്തിൽ തന്നെ, നിങ്ങൾ എന്താണോ ഞങ്ങൾ ആഗ്രഹിച്ചത്
ആ ആഗ്രഹിച്ച അതേ രൂപത്തിൽ ഞങ്ങൾ ജീവിക്കൂന്ന് ബാപ്പാക്ക് ഉറപ്പ് കൊടുക്കുക. അത് കേട്ട് സന്തോഷമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. എന്തിനാ അത്ര ജാഗ്രത പുലർത്തിയെന്നറിയോ? ജാഗ്രത പുലർത്താനുള്ള കാരണം എന്ന് വെച്ചാൽ അതാണ് ലോകം. അപ്പൊ നമുക്ക് നമ്മുടെ മക്കളിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം എന്താന്ന് ചോദിച്ചാൽ, വേറെ ഒന്നും പോലും തന്നിട്ടില്ലെങ്കിലും കൈ അവർ ഉയർത്തുമ്പോൾ പടച്ചോനെ എൻ്റെ ബാപ്പാനെയും ഉമ്മാനെയും അവർ മരണപ്പെട്ടാലും ജീവിച്ചിരിക്കുന്നവരായും അവരുടെ ഹൈറിനും ബർക്കത്തിനും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാണ് 2 പ്രാർത്ഥന. 3ാമത്തെ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കാം. സർവ്വശക്തനായ നാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് പരമാവധി സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 2 പ്രാർത്ഥനകൾ പ്രധാനപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കി. ഇനി 3ാമത്തെ ഒരു പ്രാർത്ഥന വരുന്നത് സൂറത്ത് ശുഅറായിലെ 87, 88, 89 ആയത്തുകളാണ്. അത് കുറച്ചുകൂടി നമ്മൾ ഉള്ളോട്ട് ഇറങ്ങിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. കാരണം എന്താ അറിയോ? അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ എന്നാണ് ഇബ്രാഹിം നബി പറഞ്ഞത്. വേറൊരു സ്ഥലത്ത് ഖുർആൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞെന്തറിയോ? ഇബ്രാഹിം അല്ലദീ വഫാന്നാണ്. എന്തെല്ലാം പണികൾ ഏൽപ്പിച്ചിട്ടുണ്ടോ ആ പണികളെല്ലാം തന്നെ ഭംഗിയായി പൂർത്തീകരിച്ച് ഇവിടുന്ന് പോയ ആളെന്നാണ്. പിന്നെ അദ്ദേഹത്തിന് സ്വർഗം ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ തർക്കിക്കണ്ടല്ലോ, വേണ്ട. അള്ളാഹുവിൻ്റെ കൂട്ടുകാരൻ ജീവിതത്തിൽ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയ ഒരു സമൂഹം മൊത്തം ചെയ്യേണ്ട പണി ഒരു വ്യക്തി ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് പറഞ്ഞറിയോ? ഒറ്റ പ്രവാചകന്മാരെ പറ്റി അങ്ങനെ പറഞ്ഞില്ല എന്ന്. ഉമ്മത്ത് എന്നാ പറഞ്ഞത്. നിങ്ങളൊരു വ്യക്തിയല്ല, നിങ്ങളൊരു പ്രസ്ഥാനമാണെന്നാ. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈ അംഗീകാരമൊക്കെ കിട്ടിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ പ്രാർത്ഥനയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. ഒക്കെ ശരിയാണെങ്കിലും നാളെ നിന്റെ മുമ്പിൽ ഞാൻ വരുമ്പോൾ നീ എന്നെ അപമാനിക്കരുതേ, നീ എന്നെ അപമാനിക്കരുതേ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. സമ്പത്തും സന്താനങ്ങളും ഒന്നും ഒരു പ്രയോജനവും ചെയ്യാത്ത ഒരു ലോകത്താണ് എനിക്ക് വരാനുള്ളത്. ഇല്ലാ മൻ അത്തല്ലാഹി ബിഖൽബിൻ സലീം. അവിടെ രക്ഷപ്പെടുകാരാന്നറിയോ? സലീമായ മനസ്സോടുകൂടി വന്നവൻ. എന്താ സലീം? സലീം എന്ന് പറഞ്ഞ ഭാഗത്തിന് ഒരു ഓപ്പോസിറ്റ് വേർഡ് ഉണ്ട്. അത് ഞാൻ പരിശോധിച്ചപ്പം സഖീം എന്നാണ്. സഖീം എന്ന് പറഞ്ഞാൽ രോഗാതുരമായ മനസ്സ്. സലീം എന്ന് പറഞ്ഞാൽ അസൂയയില്ലാത്ത, വിദ്വേഷമില്ലാത്ത, ഊഹമില്ലാത്ത തെളിഞ്ഞ മനസ്സിന്റെ ഉടമക്കാണ് സലീം എന്ന് പറയാം. ആ സലീം എന്ന നിഷ്കപടൻ എന്നതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിലുള്ള മനസ്സോട് മാത്രമേ വരുള്ളൂ. അതേ മനസ്സുമായിട്ട് നിന്നെ കണ്ടുമുട്ടി പരലോകത്ത് വരുമ്പോൾ അപമാനിക്കപ്പെടാത്ത ഒരാളാക്കി എന്നെ മാറ്റണേ. ഈ പ്രാർത്ഥന നമ്മൾ നടത്തണം. പരലോകത്ത് അപമാനിക്കപ്പെടാതിരിക്കുന്ന ആൾ ആരാന്നറിയോ? ആരാധനാകർമ്മങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുന്നുണ്ട്. ഹജ്ജ് 5 or 6 ചെയ്തിട്ടുണ്ട്, ഉംറ കർമ്മം ചെയ്തിട്ടുണ്ട്, തഹജ്ജുദിന് എഴുന്നേൽക്കുന്നുണ്ട്. സ്വന്തം ബാപ്പാനെ ഉമ്മാനെ ആദരിക്കാൻ കഴിയുന്നില്ല, സ്വന്തം ഇണയെ ബഹുമാനിക്കാൻ കഴിയുന്നില്ല, സ്വന്തം മരുമകളോട് ക്രൂരമായിട്ട് പെരുമാറുന്നു. മകളെ വേറൊന്നും മരുമകൾ വേറെയൊന്നും. സ്വന്തം കച്ചവടക്കാരോട്, അയൽപ്പക്കത്തുള്ള കച്ചവടക്കാരോട് വിദ്വേഷവും പകയുമായി നടക്കുന്നു. ആരാധനാകർമ്മങ്ങളിൽ മുന്നിലുണ്ട്. എത്ര ആരാധനാകർമ്മം നിർവഹിച്ചാലും അതങ്ങോട്ട് പൊങ്ങൂലാന്ന്. മനസ്സിൽ നിന്ന് ഈ വിദ്വേഷവും പകയെയും ഒക്കെ പറിച്ചു മാറ്റിയവര് മാത്രമേ വിജയിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ പ്രാർത്ഥനയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? പരലോകത്ത് സ്വർഗത്ത് കിട്ടാനുള്ള മാനദണ്ഡം മനസ്സിന്റെ ശുദ്ധിയാണ്. ആ മനസ്സിന്റെ ശുദ്ധി ഉണ്ടാവണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. റസൂൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥന ഉണ്ട്, ഇതെപ്പോഴും നമ്മൾ നടത്തേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ തുഹിർ ഖൽബി മിനൻ നിഫാഖ് വഅമലി മിനർ റിയാ വഅൈനി മിനൽ ഖിയാന വലിസാനി മിനൽ കദിബ്. പടച്ചോനെ, മനസ്സിനെ നീ കാപട്യത്തിൽ ശുദ്ധമാക്കണേ, ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതിൽ നീ ശുദ്ധമാക്കണേ, കളവ് പറയാത്ത നാവിൻ്റെ ഉടമയാക്കി എന്നെ മാറ്റണേ, കണ്ണിനെ നിയന്ത്രിക്കുന്ന ആൾക്കാരിൽ എന്നെ ഉൾപ്പെടുത്തണം. ഈ പ്രാർത്ഥനയുടെ അർത്ഥം കണ്ണിനെ നിയന്ത്രിക്കണേ, അതേപോലെ തന്നെ മനസ്സിനെ ശുദ്ധാക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചു. ആ പ്രാർത്ഥന കൂടി നമ്മൾ നടത്തുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിയും. അപ്പം നമ്മൾ കൂടുതലായിക്കൊണ്ട് ഈ അറബി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിളിലൊക്കെ അദ്ഇയ്യത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അടിച്ചു കൊടുത്താൽ റസൂലിൻ്റെ ഒരുപാട് പ്രാർത്ഥന കാണാം. മലയാളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ധാരാളം പുസ്തകങ്ങൾ പ്രവാചകന്മാരുടെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കാണാതെ പഠിച്ചാൽ നമ്മുടെ മനസ്സിന് എൻ്റെ വല്ലാത്തൊരാശ്വാസം കിട്ടും. റബ്ബിനോട് നമുക്ക് പ്രാർത്ഥിക്കാനും കഴിയും. ഈ അവസാനത്തെ ഈ 2ാമത്തെ ഖുതുബയിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്നാണ്. ഇനി നമുക്ക് വരാൻ പോകുന്നത് വളരെ പുണ്യകരമായിരിക്കും ദുൽഹജ്ജ് മാസത്തേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്.
അപ്പോൾ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാമിൻ അയ്യാമിൻ അഅളമു ഇൻദല്ലാഹ് വലാ അഹബ്ബ ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അശർ. ഈ 10 ദിവസം എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള ദിവസം ഫഅക്സിറൂ ഫീഹിന്ന അത്തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. ദിക്റുകൾ കൊണ്ട് ഇബാദത്തുകൾ കൊണ്ട് വർദ്ധിപ്പിക്കേണ്ട ഒരു 10 ദിവസമാണ് വരാനുള്ളത്. നമ്മൾ സാധാരണ ഓതുന്ന ഒരു സൂറത്തില്ലേ വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന് പറയാറില്ലേ, ആ 10 ദിവസം ഇതാണെന്ന് ആ പണ്ഡിതന്മാർ പറയുന്നത്. ഈ 10 ദിവസമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബലി മൃഗത്തെ അറക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ അവിടെ നഖവും മുടിയുമൊക്കെ എടുക്കാതിരിക്കുക. ഇതൊക്കെ സുന്നത്തായിരിക്കുന്ന ഒരു കർമ്മമാണ്. ബലിമൃഗത്തെ പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. നമ്മുടെ ബലി മാംസം, നമ്മുടെ ബലി ഷെയർ കൂടാനുള്ള ആളുകളൊക്കെ ഇനി ദിവസം നമ്മുടെ മുമ്പിലില്ല. ഇനി മുന്നോട്ട് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായതുകൊണ്ട് തന്നെ ഒരു 7000 രൂപ നിയ്യത്താക്കി നമ്മുടെ കമ്മിറ്റി ഏൽപ്പിച്ച് അത് വളരെ പുണ്യകരമായിരിക്കുന്ന ഒരു പ്രവർത്തനമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ മാക്സിമം പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയും കുറച്ചുകൂടി ഒരു ജാഗ്രത പുലർത്താനും വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അടുത്ത വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്കൊരു കലക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു സാധുവായ ഒരു സഹോദരിയെ അവരുടെ ഒരു പുതിയ വീട്ടിലേക്ക് മാറ്റാനുള്ള, ഇപ്പോൾ മഴ പെയ്താൽ വീട് പോകുന്നൊരു കുടിലാണുള്ളത്. കുറേ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇനി അവരെ ഈ ജൂൺ ആകുമ്പോഴേക്ക് അവരെ നമുക്ക് ഉള്ളിലേക്കാക്കണം. കുറച്ച് പണികൾ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച നമ്മളൊരു കലക്ഷനുണ്ട്. എല്ലാവരും ഒന്ന് കാര്യമായിട്ട് നിയ്യത്താക്കി വരണം. സഹോദരിമാരൊന്ന് ശ്രദ്ധിക്കണം എന്നറിയിക്കുകയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ രോഗികളായിരിക്കുന്ന ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള വസിയത്തുണ്ട്. വെന്റിലേറ്ററിൽ ഉൾപ്പെടെ കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ അവരുടെ രോഗം നീ ശിഫയാക്കി കൊടുക്കുകയും ആരോഗ്യത്തോട് തിരിച്ചു വരാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥാ. നമ്മുടെ ഒക്കെ കൂട്ടത്തിലെ രോഗികൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം. സർവ്വശക്തനായ നാഥൻ നമുക്കെല്ലാവർക്കും ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ക്രയവിക്രയത്തിലും നമ്മുടെ ഉപജീവനത്തിൻ്റെ വഴിയിലൊക്കെ അള്ളാഹു നമുക്ക് പ്രത്യേകമായ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു എപ്പോഴും നമുക്ക് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഇണകളിലും നമ്മുടെ മക്കളിലും അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അവർക്ക് അള്ളാഹു ധാർമ്മിക ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനീ ബോധമുള്ള മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റി അനുഗ്രഹിക്കട്ടെ. അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയും നല്ല ഇണകളെയുമൊക്കെ അള്ളാഹു അവർക്ക് സമ്മാനമായി നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു എപ്പോഴും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഒത്തൊരുമയോടുകൂടി ജീവിക്കാനുള്ള നല്ല മനസ്സ് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വലിയ വലിയ രോഗങ്ങൾ, അപകടങ്ങൾ, അതിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മളൊരു പ്രാവശ്യം മഴയ്ക്ക് വേണ്ടി ഇവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു. സമൃദ്ധമായ മഴ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന് നമ്മൾ നന്ദി കാണിക്കുക. ഇനിയും അള്ളാഹു ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ ഒരു കാരുണ്യത്തിൻ്റെ മഴ അവൻ നമുക്ക് ഇനിയും വർഷിപ്പിച്ച് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ